കഴിഞ്ഞ ഞായറാഴ്ചയാണ് നിങ്ങൾക്കറിയാം SKN40 രണ്ടാം ഘട്ടം ജ്യോതിർഗമയ്ക്ക് നമ്മൾ തുടക്കം കുറിച്ചത്. മണിയുടെ 12K വിസ്താര സ്റ്റുഡിയോയിൽ നിന്നായിരുന്നു ഈ സംരംഭം ആരംഭിച്ചത്. ലഹരി വലയത്തിൽപ്പെട്ട മനുഷ്യർ തുറന്നു പറച്ചിലുകളുമായി ഈ പരിപാടിയിൽ എത്തിയിരുന്നു. ലഹരി വിരുദ്ധ പ്രമേയം അടിസ്ഥാനമാക്കിയുള്ള കലാപരിപാടികളും കുട്ടികൾക്കൊപ്പം ഉണ്ടായിരുന്നു, കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി വി ശിവൻകുട്ടിയായിരുന്നു പരിപാടി ഉദ്ഘാടനം ചെയ്ത്. അതുപോലെ എക്സൈസ് വകുപ്പ് മന്ത്രി MP രാജേഷും പ്രതിപക്ഷ നേതാവ് VD സതീശനും ഈ പരിപാടിയിൽ സജീവമായി പങ്കെടുത്തിരുന്നു. ലഹരിക്കെതിരെയുള്ള പോരാട്ടം 24 തുടരുകയാണ്. അപ്പോൾ ഒരു കാര്യം പറയാം, ഈ ബോധവൽക്കരണത്തിൻ്റെ കാര്യങ്ങൾ പ്രേക്ഷകരിൽ എത്തുമ്പോൾ തന്നെ കുട്ടികളുടെയും മുതിർന്നവരുടെയും ഒക്കെ കലാപരിപാടികളും നമ്മളിതിൻ്റെ ഭാഗമായി ഇതിൽ ഉൾപ്പെടുത്തും. അപ്പോൾ നമ്മൾ കടന്നു വന്ന ലഹരി വിരുദ്ധ പരിപാടിയിലൂടെ വീണ്ടും ഒന്ന് തിരിഞ്ഞു നടക്കുന്നു. ഹലോ പ്രിയപ്പെട്ടവർക്കെല്ലാം നമസ്കാരം. വളരെ ഒരു പ്രത്യേകതയുള്ള ദിവസമാണെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരോടൊപ്പം നമുക്ക് ജ്യോതിർഗമയ ആരംഭിക്കുകയാണ്. നിങ്ങൾക്കറിയാം, ഇത് SKN40 രണ്ടാം ഘട്ടമാണ്. ആദ്യഘട്ടത്തിൽ നമ്മൾ 30 ദിവസങ്ങളിലൂടെ കേരളത്തിലുടനീളം യാത്ര ചെയ്തു. ഏറ്റവും അവസാനത്തെ MDMA-കാരനും രാസലഹരിക്കാരനും കേരളം വിട്ടുപോകാനുള്ള നമ്മുടെ യജ്ഞം തുടരുകയാണ്. നിങ്ങൾക്കറിയുന്ന പോലെ ഇന്ത്യൻ മീഡിയ കണ്ട ഏറ്റവും വലിയ ബോധവൽക്കരണ യജ്ഞത്തിന് നമ്മൾ ഇന്നിവിടെ തുടക്കമിടുകയാണ്. ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും കേരളത്തെ മോചിപ്പിക്കാനുള്ള 1 വർഷം നീളുന്ന പ്രചാരണ പരിപാടിയാണ് ജ്യോതിർഗമയ. വിദ്യാർത്ഥികളെ ലഹരി മാഫിയയുടെ പിടിയിൽ നിന്നും മോചിപ്പിക്കുക എന്നതാണ് ജ്യോതിർഗമയയുടെ മുഖ്യ ലക്ഷ്യം. കോളേജുകളും വിദ്യാലയങ്ങളും കേന്ദ്രീകരിച്ച് മയക്കുമരുന്ന് മഹാവിപത്ത് എന്ന ബോധവൽക്കരണ പരിപാടിയാണ് ജ്യോതിർഗമയയുടെ ഭാഗമായി 24 ആരംഭിച്ചിട്ടുള്ളത്. തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ വെച്ച് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടിയാണ് ജ്യോതിർഗമയ ഉദ്ഘാടനം ചെയ്തത്. ശ്രീകണ്ഠൻ നായർ ഫ്ലവേഴ്സ് ചാനലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവിൻ്റെ നേതൃത്വത്തിൽ കേരളം ഒട്ടാകെ ഈ ക്യാമ്പയിനുമായി ബന്ധപ്പെട്ട് നടത്തിയ യാത്രയുടെ ഭാഗമായി രണ്ടാം ഘട്ട യാത്ര ഇവിടെ നിന്ന് ആരംഭിക്കുകയാണ്. ഈ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏറ്റെടുത്തത് ന്യൂസ് 24 എന്ന് പറഞ്ഞ ചാനൽ മാത്രമാണ് എന്നുള്ള കാര്യം ഞാനിവിടെ സൂചിപ്പിക്കുവാൻ വേണ്ടി ഞാൻ ആഗ്രഹിക്കുന്നു. മുറിബീഡിയിൽ നിന്ന് ലഹരി ഉപയോഗിച്ചു തുടങ്ങി ഉന്മാദത്തിന്റെ പല അവസ്ഥകളിലൂടെ കടന്നുപോയി ഒടുവിൽ ലഹരി വിരുദ്ധ പ്രചാരകനായ സ്വാലിഹിന്റെ കഥയാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ലഹരി കാരണം 18 വയസ്സിൽ കുറ്റവാളിയായി ജയിലിലെത്തിയ ആളായിരുന്നു സ്വാലിഹ്. കാരണം അന്ന് ഞാൻ 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയമായിരുന്നു. ഈ പറയുന്ന റോഡ് സൈഡിൽ കിടക്കുന്ന ബീഡി കുറ്റികളും കാര്യങ്ങളൊക്കെ പെറുക്കിയെടുത്ത് പിന്നെ അത് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ ഈ പറയുന്ന കുറ്റികളിൽ നിന്ന് സിഗരറ്റിലേക്ക് എത്തി. അത് പിന്നെ ഒരു ബീഡിക്ക് നിറച്ച് കഞ്ചാവ് നിറച്ച് ഉപയോഗിക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ ഒരുപാട് തന്നെ ലാസ്റ്റ് MDMA എത്തി. അവസാനം 18ാമത്തെ വയസ്സിൽ ഒറ്റപ്പാലം സബ് ജയിലിനുള്ളിലേക്ക് കയറിച്ചിട്ടുണ്ട്. ലഹരിക്കെതിരായ പോരാട്ടത്തിൽ ഒറ്റക്കെട്ടായി ഇറങ്ങിത്തിരിച്ച അധ്യാപകരും വിദ്യാർത്ഥികളുമുള്ള ഇടുക്കി കല്ലാർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലേതുൾപ്പെടെയുള്ള വിദ്യാർത്ഥികൾ 24-നൊപ്പം ചേർന്നു. പാട്ടും വർത്തമാനവുമായി വിഴിഞ്ഞം ഇന്റർനാഷണൽ സീപോർട്ട് മാനേജിംഗ് ഡയറക്ടർ ഡോക്ടർ ദിവ്യ S. അയ്യർ ഉൾപ്പെടെയുള്ള ഉദ്യോഗസ്ഥരും പ്രചാരണ പരിപാടിയുടെ ഭാഗമായി. കരിമിഴി കുരുവിയെ കണ്ടില്ല, നിൻ ചിരിമണി ചിലമ്പൊലി കേട്ടില്ല, നീ പണ്ടേ എന്നോടൊന്നും മിണ്ടില്ല. ജ്യോതിർഗമയ അതിന്റെ ജൈത്രയാത്ര തുടരുകയാണ്. പ്രചാരണം ശക്തമാക്കുകയാണ് ഞങ്ങളുടെ ഉത്തരവാദിത്വം. അത് വിട്ടുവീഴ്ചകളില്ലാതെ തുടരും. സർക്കാർ സംവിധാനങ്ങൾ കൃത്യമായി ചലിക്കേണ്ടതുണ്ട്. ജ്യോതിർഗമയ തുടരുകയാണ്. കാതങ്ങൾ സഞ്ചരിക്കാനുണ്ട്, അതിനുള്ള ഊർജവുമുണ്ട്. ന്യൂസ് ഡെസ്ക് 24. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.